യെസ്, ഓൾറെഡി ഞാൻ ഈ PDF ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? യെസ്, PDF വിസിബിൾ ആണല്ലോ അല്ലെ? ഇത് നിങ്ങൾക്ക് ഫോണില് സൂം ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സാധാരണ PDF ഫോർമാറ്റിലാക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഓക്കെ, ഒന്ന് സൂം ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഓക്കെ മൊബൈൽ ഫ്രണ്ട്ലി ആക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. റൈറ്റ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു മിനിറ്റ് അല്ല, നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് കവർ ചെയ്തത് അല്ലെ? നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ട്രാൻസിഷൻ അല്ലെ, ട്രാൻസിഷൻ ഫ്രം മിഡീവൽ ടു മോഡേൺ അല്ലെ, മിഡീവൽ ടു മോഡേൺ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ മോഡേൺ ഇന്ത്യയിൽ പഠിക്കുന്നത് അല്ലെ? ട്രാൻസിഷൻ ഫ്രം മിഡീവൽ ടു മോഡേൺ അല്ലെ. നമ്മൾ ലേറ്റർ മുഗൾസിനെ കുറിച്ച് പഠിച്ചു, ബഹദൂർ ഒന്നാമൻ മുതൽ ബഹദൂർ രണ്ടാമൻ വരെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് അല്ലെ, അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ്, അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് അല്ലെ നമ്മൾ പഠിച്ചു അല്ലെ. പല രീതിയിൽ യൂറോപ്യൻ ഫോഴ്സസ് ഇന്ത്യയിൽ വരുന്നതും അവര് തമ്മിലുള്ള പ്രശ്നങ്ങളും അവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും നമ്മൾ പഠിച്ചു അല്ലെ. അവസാനം എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പവർ അല്ലെ, റൈസ് ഓഫ് ദ ബ്രിട്ടീഷ് സുപ്രീമസി അല്ലെ. ഇതും നമ്മൾ പഠിച്ചു അല്ലെ. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് മോഡേൺ ഇന്ത്യയിൽ പഠിക്കുന്നത് അല്ലെ? ജസ്റ്റ് ഒന്ന് റൈസ് ഓഫ് ദ ബ്രിട്ടീഷ് സുപ്രീമസി അല്ലെ. ഒരുപാട് ബാറ്റിൽസ് നമ്മൾ പഠിച്ചു അല്ലെ. കർണാട്ടിക് വാർ, മൈസൂർ വാർ അല്ലെ, മറാത്ത വാർ, പഞ്ചാബ് സിന്ധ് അനക്സേഷൻസ് അല്ലെ, പഞ്ചാബ് വാർ അല്ലെ. ഇവിടുന്നാണ് നമുക്ക് KS-ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. ഓക്കെ, ഡിഫറെന്റ് വാറുകൾ അല്ലെ, ബ്രിട്ടീഷും ഫ്രാൻസും തമ്മിലുള്ള വാർ, മൈസൂർ, മറാത്ത, പഞ്ചാബ് ഒക്കെ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് 2 മാർക്ക് പ്രിലിംസിന് പ്രതീക്ഷിക്കാം, 1 ക്വസ്റ്റ്യൻ മെയിൻസിനും പ്രതീക്ഷിക്കാം. ഈ രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുക, ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യുക അല്ലെ. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു അല്ലെ? റൈസ് ഓഫ് ബ്രിട്ടീഷ്, പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഈ പറഞ്ഞ പോലെ ആക്ട് ആൻഡ് റെഗുലേഷൻസ് പഠിച്ചു അല്ലെ. ബ്രിട്ടീഷുകാർ ഭരണത്തിലേക്ക് വരുന്ന കാര്യം നമ്മൾ പഠിച്ചു അല്ലെ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർട്ടേഴ്സ് ആക്ട്, റെഗുലേഷൻ ആക്ട്, എക്സെട്ര എക്സെട്ര. റിവോൾട്ടുകൾ പഠിച്ചു അല്ലെ, റിവോൾട്ടുകൾ നമ്മൾ പഠിച്ചു. റിഫോംസ് പഠിച്ചു അല്ലെ. എക്കണോമിക് പോളിസീസ് പഠിച്ചു അല്ലെ. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മുടെ പല രീതിയിൽ അല്ലെ, നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ, നമ്മുടെ ഇൻഡസ്ട്രീസ് അല്ലെ, അതൊക്കെ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിച്ചെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഈ റിവോൾട്ടുകൾ അല്ലെ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്, ട്രൈബൽ റിവോൾട്ടുകൾ അല്ലെ, ആദ്യമായി തുടങ്ങി പെസന്റ് റിവോൾട്ടുകൾ തുടങ്ങി അല്ലെ. പെസൻസിനെ ബാധിച്ചത് കൊണ്ട് അത് പെസൻസ് റിവോൾട്ടായി അല്ലെ. ഇത് നിശ്ചിത ആൾക്കാർക്ക് അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള സെക്ടേഴ്സിന് മാത്രമല്ല പെസൻസിനെ ബാധിക്കുന്നു. പെസൻസിന്റെ പല കാര്യങ്ങളിലേക്കും അല്ലെ, അതിന്റെ റീസൺസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പെസന്റ് റിവോൾട്ട് ആവുന്നു, അതേപോലെ തന്നെ ട്രൈബൽ റിവോൾട്ടുകൾ വരുന്നു അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിവോൾട്ട് അല്ലെ. ട്രൈബൽസിനെ ബാധിക്കുമ്പോൾ അതെന്താണ് അല്ലെ, ട്രൈബൽ റിവോൾട്ടായി മാറി. ഈ സമയത്തൊക്കെ എന്താണ് നടക്കുന്നത്? ഇന്ത്യയിലുടനീളം ഉണ്ടാവുന്ന റിവോൾട്ട് അല്ല, ഏത് സെക്ടിനെയാണോ ബാധിക്കുന്നത്, ഏത് അല്ലെ സെക്ടറിനെയാണോ ബാധിക്കുന്നത്, ആ ബാധിക്കുന്നവരായിരിക്കും ആ റിവോൾട്ട് ചെയ്യുക അല്ലെ. ട്രൈബൽ റിവോൾട്ടുകൾ നടക്കുന്നു. അതിനുശേഷം സോഷ്യോ റിലീജിയസ് മൂവ്മെന്റുകൾ അല്ലെ, പല രീതിയിലുള്ള സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്, ഇതിന്റെയൊക്കെ PDF ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അല്ലെ. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയി അവസാനം എന്ത് ചെയ്തു അല്ലെ, റിവോൾട്ട് ഓഫ് 1857 നടക്കുന്നു അല്ലെ. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് റിവോൾട്ട് നടക്കുന്നു. ഈ റിവോൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ, 1858 ഗുഡ് ഗവർണൻസ് ആക്ട് വരുന്നു അല്ലെ. കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻസിനെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നു അല്ലെ. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പോലെയല്ല അതിനുശേഷം അല്ലെ. റിവോൾട്ടിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഏറ്റവും അവസാനം എന്താണ് നമ്മൾ പഠിച്ചത്? റൈസ് ഓഫ് ദി പൊളിറ്റിക്കൽ അസോസിയേഷൻ അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ അസോസിയേഷൻ.
അല്ലെ? പല രീതിയിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അസോസിയേഷന്റെ മൂവ്മെന്റ് നമ്മൾ കണ്ടു അല്ലെ? അതിന്റെ ഫാക്ടേഴ്സും നമ്മൾ കണ്ടു അല്ലെ? റൈസ് ഓഫ് ദ നാഷണലിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വാട്ട് വേർ ദ ഫാക്ടേഴ്സ് എല്ലാം. ഈ റൈസ് ഓഫ് പൊളിറ്റിക്കൽ അസോസിയേഷൻ ഇവഞ്ച്വലി ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് INC അല്ലെ? INCയുടെ ഫോർമേഷൻ ആയി മാറി അല്ലെ? INCയുടെ ഫോർമേഷൻ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് മനസ്സിലാകുക. ഇതാണ് മോഡേൺ ഹിസ്റ്ററി. ബേസിക്കലി ഒറ്റ പേജിൽ നമ്മൾ മോഡേൺ ഹിസ്റ്ററി അല്ലെ ഗ്രാഫായി വരച്ചു മനസ്സിലാക്കി. ഇതേപോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നിരുന്നാലും ഇതാണ് മോഡേൺ ഹിസ്റ്ററി അല്ലെ? വീണ്ടും നമുക്ക് പറയാം അല്ലെ? ഫോർമേഷൻ ഓഫ് INC. ഇതും നമുക്ക് 3 ഫേസ് ആയിട്ട് തരംതിരിക്കാം അല്ലെ? ബേസിക്കലി മോഡറേറ്റുകളുടെ കാലഘട്ടം അല്ലെ? മോഡറേറ്റ്സ്. പിന്നീട് എന്താണ്? എക്സ്ട്രീമിസ്റ്റുകൾ വരുന്നത് അല്ലെ? നമ്മൾ ഇന്ന് എക്സ്ട്രീമിസ്റ്റുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മോഡറേറ്റുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? മോഡറേറ്റുകളുടെ ഈ പറഞ്ഞ പോലെ അല്ലെ? PPP, പ്രയർ, പ്രൊട്ടസ്റ്റ്, PPP അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ടുള്ള സമരങ്ങൾ അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ടാണ് അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ട് അല്ലെ? പ്രസ്, പ്രയേഴ്സ്, ആ രീതിയിൽ. എക്സ്ട്രീമിസ്റ്റുകളാകുന്ന സമയത്ത് എന്താണ്? കുറച്ചും കൂടിയും അല്ലെ? പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവരും നോൺ വയലൻസിന് തന്നെയാണ് കേട്ടോ പ്രാധാന്യം നൽകുന്നത്. നോൺ വയലൻസിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്ത്? ഇവര് ഫുള്ള് റിവോൾട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ആക്രമണവും കാര്യങ്ങളും അല്ല. അവരും നോൺ വയലൻസിന് തന്നെയാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. എക്സ്ട്രീമിസ്റ്റുകളുടെ കാര്യം നമ്മൾ ഇന്ന് പഠിക്കും. ഇതിന്റെ പുറകെയായി എന്താണ്? റവല്യൂഷണറി ആക്ടിവിറ്റീസും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, റവല്യൂഷണറി ആക്ടിവിറ്റീസ് പല രീതിയിൽ. റവല്യൂഷണറി ആക്ടിവിറ്റീസ് ഇതും നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനെ രണ്ടിനെയും രണ്ടിനെയുമാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അല്ലെ? ഇത് റവല്യൂഷണറി ആക്ടിവിറ്റീസ് ആണ് ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ? ബിക്കോസ് നോൺ വയലന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുന്നോളം കാലം നോൺ വയലന്റ് ആയിരിക്കണം അല്ലെ? നോൺ വയലൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും അല്ലെ? എക്സ്ട്രീമിസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ്? സ്ട്രൈക്ക് അല്ലെ? സ്ട്രൈക്ക്, ബോയ്ക്കോട്ട് അല്ലെ? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് അല്ലെ? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് എന്ന് നമുക്ക് പറയാം അല്ലെ? എക്സ്ട്രീമിസ്റ്റുകളുടെ സമരത്തിന്റെ രീതികൾ. പക്ഷെ ഒരിക്കലും നോൺ വയലന്റിനെ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അല്ലെ? മോഡറേറ്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ? പ്രയർ, പ്രൊട്ടസ്റ്റ്, PPP, 3 P. കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ടായിരിക്കും പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? സിമ്പിൾ ആണ്. ആരെങ്കിലും ഒരാളെ റിപ്ലൈ ചെയ്തേ? യെസ്, എനിക്കറിയാം റിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഫോണിലായിരിക്കും മേ ബി ക്ലാസ് കാണുക അല്ലെ? ആ സമയത്ത് ഫോണിൽ റിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. യെസ് മൂസന. സോ ഇതാണ് ബേസിക്കലി ഓൾമോസ്റ്റ് അല്ലെ? യെസ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അനുപ, PPP ഇന്നത്തെ ക്ലാസ് കണ്ടിട്ടില്ലേ? എക്സ്ട്രീമിസ്റ്റുകളുടെ ക്ലാസ് കണ്ടിട്ടുണ്ടോ? സോറി, മോഡറേറ്റുകളുടെ ക്ലാസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അത് കാണുക. ഓക്കെ, അത് കണ്ടാലും PPP എന്താണെന്ന് മനസ്സിലാവും. ഞാൻ പറയാറുണ്ട്, ക്ലാസ്സുകള്, മോഡേൺ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകള് ഓക്കെ ഒരു കണ്ടിന്യൂഷൻ ബേസിസ് ആണ്. ഇപ്പൊ ഈ ക്ലാസ് കണ്ടാലും പക്ഷെ കഴിഞ്ഞ ക്ലാസ് കണ്ടതിന് ശേഷം ഇത് കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഈ ക്ലാസ് ഇപ്പൊ കണ്ടോ കുഴപ്പമില്ല. പക്ഷേ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, PPP, പ്രൊട്ടസ്റ്റ്, മോഡറേറ്റുകളുടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതി എന്തൊക്കെയാണ്? പ്രയർ, പ്രൊട്ടസ്റ്റ്. ഇന്നലെ ലൈവ് ക്ലാസ് കണ്ട ഒരു സ്റ്റുഡന്റ് അത് ചോദിക്കില്ല. ഓക്കെ, സോ ക്ലാസ്സുകൾ പ്രോപ്പർ ആയിട്ട് കാണുക, റിവിഷനും ചെയ്യാം. സോ ദ റൈസ് ഓഫ് ദി അല്ലെ ഫോർമേഷൻ ഓഫ് INC ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഫേസ്. റൈസ് ഓഫ് ദി എക്സ്ട്രീമിസം അല്ലെ? ഫേസ് ഓഫ് മിലിറ്റന്റ് നാഷണലിസം ഓർ റേഡിക്കൽ പാർട്ടീഷൻ.
സെക്കൻഡ് ഫേസ് അല്ലെ, 1905 മുതലാണ് യഥാർത്ഥത്തിൽ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. സെക്കൻഡ് ഫേസ് ഓഫ് ദി INC ഫോർമേഷൻ അല്ലെ. മോഡറേറ്റുകളുടെ ഡോമിനൻസിലായിരുന്നു 1905 വരെ. മോഡറേറ്റുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അല്ലെ. നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു അല്ലെ. സോ ദ ഗ്രോത്ത് ഓഫ് മിലിറ്റന്റ് നാഷണലിസം അല്ലെ, എക്സ്ട്രീമിസ്റ്റ്. A radical trend of militant nationalist approach to political party started in the emerging അല്ലെ 1890 മുതൽ 90ന്റെ കാലഘട്ടം മുതൽ എമേർജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1905 ആവുമ്പോഴേക്ക് ഇത് ഓൾമോസ്റ്റ് ഷേപ്പായി അല്ലെ. യഥാർത്ഥത്തിൽ നമുക്ക് 1905 ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ എക്സ്ട്രീമിസ്റ്റിന്റെയും മോഡറേറ്റ്സിന്റെയും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വേർതിരിവ് നമുക്ക് കാണാൻ പറ്റുക. ഇൻഫാക്ട് അവർ തമ്മിൽ ഉണ്ടായിരുന്നു അല്ലെ. എന്നിരുന്നാലും 1905 ബംഗാൾ പാർട്ടീഷനോടുകൂടി ഇറ്റ് വാസ് വെരി ക്ലിയർ അല്ലെ. അവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ. സോ ഒരു ദിവസം 1905 പൊട്ടിമുളച്ചതല്ല. ബേസിക്കലി 1890 മുതലേ ഈ പറഞ്ഞ പോലെ ദർ വാസ് എ ഗ്രോത്ത് ഇൻ ദി മിലിറ്റന്റ് നാഷണലിസം അല്ലെ. സോ വാട്ട് വേർ ദ റീസൺസ് അല്ലെ. നമ്മൾ പഠിച്ച റീസൺസ് എന്തൊക്കെയാണ്? ദ എക്കണോമിക് മിസറീസ് ഓഫ് ദി 1890s അല്ലെ. സിവിയർ ഫെമീൻസ് killed 19 lakhs between 1896 and 1900 അല്ലെ. സെയിം റീസൺ തന്നെയാണ് നമ്മൾ എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റിന്റെ കാര്യത്തിൽ അല്ലെ. ഈ നാഷണലിസം വരാനിടയാക്കിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. എക്കണോമിക് പോളിസീസ്, അതേപോലെ തന്നെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. ദ ബുബോണിക് പ്ലാഗ് affected the large areas of Deccan അല്ലെ, especially the Pune. There were large scales of riots in the Deccan അല്ലെ. ബുബോണിക് പ്ലാഗ്. Instead of giving more rights, the government was taking away the existing ones അല്ലെ. നിലവിലുള്ള റേറ്റുകളെക്കാൾ കൂടുതൽ കൊടുക്കുന്നതിന് പകരം എന്താണ് അല്ലെ, നിലവിലുള്ള റേറ്റ് പോലും കർട്ടൈൻ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇംപ്രിസൺമെന്റ് ഓഫ് തിലക് എക്സെട്ര എക്സെട്ര. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാൻ പറ്റും. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഈ ആക്ടുകളൊക്കെ ജസ്റ്റ് ഇപ്പോ ഓർത്തിരിക്കുക. ഇതൊക്കെ ഇന്ത്യൻസിന്റെ റൈറ്റുകൾ കർട്ടൈൻ ചെയ്യാനുള്ള ആക്ടുകളായിരുന്നു അല്ലെ. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്, എക്സെട്ര എക്സെട്ര. സോ ദ ഗ്രോത്ത് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട് അല്ലെ. നമ്മളിവിടെ എന്താണല്ലേ, റൈസ് ഓഫ് ദി എക്സ്ട്രീമിസ്റ്റുകളുടെ റൈസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അല്ലെ, ക്ലാസ് പറയുന്നത്. ദർ വാസ് എ ഗ്രോയിങ് ഫെയ്ത്ത് ഇൻ ദി സെൽഫ് എഫേർട്ട്. തിലക്, ഔറബിന്ദോ, ബിപിൻ ബൈപോളർ അല്ല, ബിപിൻ ചന്ദ്രപാൽ അല്ലെ. ഇതെന്താണ്? യെസ്, repeatedly urged the nationalists to rely on this character and capacities of the Indian people അല്ലെ. they believed അല്ലെ, extremists believed in the mass participation. ബിപിൻ ചന്ദ്രപാലാണ് കേട്ടോ, പേര് ബിപിൻ ചന്ദ്രപാലാണ്. എൻ്റെ അടുത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ആയിട്ട് അല്ലെ. they believed in the mass participation of the people അല്ലെ, എക്സ്ട്രീമിസ്റ്റ് അല്ലെ. ഒരു ചേഞ്ച് വരണമെങ്കിൽ അല്ലെ, ഒരു ചേഞ്ച് വരണമെങ്കിൽ മാസ് പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷേ മോഡറേറ്റുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല അല്ലെ. ഓൺലി ഇന്റലക്ച്വൽ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ എന്ന് പറയാം. എ ഫീലിംഗ് സ്റ്റാർട്ടഡ് ഗെയിനിങ് that the masses had to be involved in the battle, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, against the colonial government as they were capable of making immense sacrifices needed to win freedom അല്ലെ. എക്സ്ട്രീമിസ്റ്റിന്റെ അല്ലെ, they believed in the masses അല്ലെ, സാധാരണ ജനങ്ങളിൽ അല്ലെ. ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ you should also involve അല്ലെ, you should also consider the masses. Then what are the factors? Other factors, international influence, അതേപോലെ തന്നെ ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻ, റിയാക്ഷൻ ടു ഇൻക്രീസിംഗ് വെസ്റ്റേണലൈസേഷൻ, ഒക്കെ ഇതൊക്കെയാണ് എക്സ്ട്രീമിസ്റ്റിന്റെ അല്ലെ. ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ദ ഡിഫീറ്റ് ഓഫ് ദി ഇറ്റാലിയൻ ആർമി ബൈ എത്യോപ്യൻസ് അല്ലെ. അതായത് ഇറ്റാലിയൻ ആർമി ആ സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർമി ആയിരുന്നു. അപ്പൊ ഒരു ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള എത്യോപ്യ എന്ത് ചെയ്തു, ഇറ്റാലിയൻ ആർമിയെ ഡിഫീറ്റ് ചെയ്തു അല്ലെ. ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ ആർമി അല്ലെ. അതേപോലെ തന്നെ ബോയിർവ അല്ലെ, സൗത്ത് ആഫ്രിക്കയിൽ നടന്നതാണ്. ഗാന്ധിജിയുമായി ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാറാണ് ബോയർ വാർ. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഫേസ്ഡ് റിവേഴ്സസ് അഗെയിൻസ്റ്റ് ദ ജപ്പാൻ വിക്ടറി ഓവർ റഷ്യ അല്ലെ. അതായത് റഷ്യ ആ സമയത്ത് ഭയങ്കര വലിയ എംപയർ ആയിരുന്നു
അപ്പൊ ചെറിയ രാജ്യമായിട്ടുള്ള ജപ്പാൻ എന്ത് ചെയ്തു? റഷ്യയെ തോൽപ്പിച്ചു. അപ്പൊ ഇതൊക്കെ എന്തായി അല്ലെ? എക്സ്ട്രീമിസ്റ്റുകൾക്ക് ഒരു 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 ഉണർവ് നൽകി അല്ലെ? അതായത് ചെറിയ പവർ ആണെങ്കിൽ പോലും വലിയ പവറിനെ നമുക്ക് തോൽപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെ? നമ്മുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ചെയ്തു കഴിഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു 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 ഇത് വരുവാണ്. ഒരു സെൽഫ് കോൺഫിഡൻസ് വരികയാണ് അല്ലെ? ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസ്, ലോകത്തെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ. ഓൾസോ ദ നാഷണലിസ്റ്റ് വെയർ ഇൻസ്പയർഡ് ബൈ ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ് വേൾഡ് വൈഡ് അല്ലെ? ഇൻ അയർലാൻഡ്, റഷ്യ, ഈജിപ്ത്, ടർക്കി എക്സെട്ര എക്സെട്ര. ഇതൊക്കെ ഒരു ഫാക്ടറായി മാറി. ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻ. While on the one hand, the spread of education led to an increased awareness among the masses, on the other hand, the rise of unemployment and underemployment among the educated drew attention to poverty and the underdevelopment state of the country economy overall. അല്ലെ? വിദ്യാഭ്യാസം അല്ലെ? ഒരു സ്ഥലത്ത് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ആയി അല്ലെ? അതേപോലെ തന്നെ അത് അൺഎംപ്ലോയ്മെന്റിന് ഫാക്ടറായി അല്ലെ? ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻ ലീഡ് ടു ദിസ് ഫാക്ടർ. അൺഎംപ്ലോയ്മെന്റിനും അണ്ടർ എംപ്ലോയ്മെന്റിനും അല്ലെ? കൺട്രിയുടെ അണ്ടർ ഡെവലപ്മെന്റും ഇതൊക്കെ എന്താണ്? ഒരു കൺസേൺ ആയി മാറി. ദെൻ ഒരു മിനിറ്റ് സൂം ചെയ്യട്ടെ. Reaction to the increasing westernization. Intellectual like Swami Vivekananda, Bankim Chandra Chatterjee, and Swami Dayananda Saraswati inspired many young nationalists, where their forceful and articulate arguments, paintings India's past in brighter colors than British ideologies. അല്ലെ? അതായത് ഇന്ത്യൻ കൾച്ചറിലേക്ക് കൂടുതൽ എംഫസൈസ് ചെയ്യാൻ തുടങ്ങി അല്ലെ? ഇന്റലക്ച്വൽ ലൈക്ക് സ്വാമി വിവേകാനന്ദൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, അങ്ങനെയുള്ള കുറച്ച് പേര്. These thinkers explored the myth of Western superiority by referring of the India's richness of India's rich Indian civilization അല്ലെ? ഇന്ത്യയുടെ ട്രഡീഷണൽ കൾച്ചേഴ്സ് അല്ലെ? അതായത് വെസ്റ്റേൺ കൾച്ചറിനേക്കാൾ കൂടുതൽ അല്ലെ? ദിസ് കൈൻഡ് സ്കോളേഴ്സ് എന്ത് ചെയ്തു അല്ലെ? ഇവരെന്ത് ചെയ്തു? ഇന്ത്യൻ ട്രഡീഷണൽ അല്ലെ? ട്രഡീഷൻ, ഇന്ത്യൻ സിവിലൈസേഷൻ അല്ലെ? കൂടുതൽ എംഫസൈസ് ചെയ്യാൻ തുടങ്ങി അല്ലെ? ആൻഡ് ദയാനന്ദാസ് പൊളിറ്റിക്കൽ മെസ്സേജ് ഫോർ ഇന്ത്യ ഫോർ ഇന്ത്യൻസ് അല്ലെ? നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് എക്സ്ട്രീമിസ്റ്റുകളുടെ അല്ലെ? ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദി അച്ചീവ്മെന്റ് ഓഫ് ദി മോഡറേറ്റ്സ് അല്ലെ? അതായത് ആദ്യ കാലഘട്ടത്തിൽ മോഡറേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എക്സ്ട്രീമിസ്റ്റുകളെ അല്ലെ? അത് എക്സ്ട്രീമിസ്റ്റുകളെ കുറച്ചുകൂടി ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിച്ചു അല്ലെ? ഒരുപാട് കാര്യങ്ങൾ. ദ യങ് എലമെന്റ് വിത്തിൻ ദി കോൺഗ്രസ് വേർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദി അച്ചീവ്മെന്റ് ഓഫ് ദ മോഡറേറ്റ് ഡ്യൂറിംഗ് ദി അല്ലെ? ആദ്യത്തെ 15-20 വർഷങ്ങളിൽ അല്ലെ? ഈ പറഞ്ഞ പോലെ മോഡറേറ്റിന്റെ പ്രവൃത്തികൾ പലതും ഡിസാറ്റിസ്ഫാക്ഷൻ ഇടയാക്കി. They were strongly critical of the methods of peaceful and agitation, popularly known as 3Ps. Prayer, petition, protest. 3Ps. Prayer, petition, and protest. Something related with the moderate. Constitutional vadi pragaram protest cheya. Prayer, protest, petition. The Indian Council Act 1892 was complete disappointment. പിന്നീടുള്ള കുറച്ച് കാര്യങ്ങൾ ഓക്കെ, ഇതൊക്കെയാണ് റീസൺസ്. നട്ടു ബ്രദേഴ്സ് were deported without trial just on the charge that were associated with the editorial Pune Vaibhav newspaper. ഈ നട്ടു ബ്രദേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദ പൂനെ കോൺസ്പിറസി 1897 പൂന കോൺസ്പിറസി കേസ്. നട്ടു ബ്രദേഴ്സ് കുറച്ചു പേർക്ക് അറിയായിരിക്കും, കുറച്ചു പേർക്ക് അറിയില്ലായിരിക്കും. 1897 ഓക്കെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1890 നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? പ്ലാഗ് അല്ലെ? ബുബോണിക് പ്ലാഗ് ഇൻ ഡക്കാൻ അല്ലെ? പൂനെയിൽ പ്ലാഗ് ഭയങ്കരമായി അല്ലെ സ്പ്രെഡ് ചെയ്ത് ഉണ്ടായി. ആ സമയത്ത് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് അപ്പോയിന്റഡ് എ കമ്മീഷൻ അണ്ടർ WC രണ്ടിന്റെ കീഴിൽ എന്ത് ചെയ്തു? ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ഈ കമ്മീഷൻ അല്ല ടു ഇൻവെസ്റ്റിഗേറ്റ് ദ മാറ്റേഴ്സ്, ഈ പ്ലാഗിന് ഇടയാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് തടയാൻ, അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കമ്മീഷനാണ് രൂപീകരിച്ചത്. ഈ WC2 കമ്മീഷൻ എന്ത് ചെയ്തു? ആ സമയത്ത് ഈ ബുബോണിക് പ്ലാഗ് തടയാൻ
ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്തായി മാറി? ഇന്ത്യൻ വില്ലേജസിന് അതൊരു ഈ പറഞ്ഞ പോലെ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറും. അവരുടെ ഈ പറഞ്ഞ പോലെ ദൈവങ്ങളെ എന്ത് ചെയ്യും? ഇമേജസും കാര്യങ്ങളൊക്കെ അവഹേളിക്കും. അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഈ കമ്മീഷൻ. ഇതെന്ത് ചെയ്തു? വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ് ഉണ്ടാവാൻ കാരണമായി. ദ ആക്ഷൻസ് ഓഫ് ദിസ് കമ്മീഷൻ അല്ലെ. ഇതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് ചപ്പിക്കാർ ബ്രദേഴ്സ് എന്ത് ചെയ്തു? ഈ WC2 അസാസിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു പ്രവൃത്തിയിൽ നട്ടോ ബ്രദേഴ്സും അല്ലെ ഇവർ ഇതിന് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തു? അല്ലെ, വിത്തൗട്ട് ട്രയല് പോലും ചെയ്യാതെ ഇവരെന്ത് ചെയ്തു? ചാർജ് ചെയ്തു. ഇതെന്ത് ചെയ്തു? നമ്മുടെ ദാദാഭായ് നവറോജി ഒക്കെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്തൗട്ട് ട്രയൽ. ഈ ഒരു കാര്യമാണ് പൂനെ കോൺസ്പിറസി കേസ്. ഓക്കെ, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. 1897 പൂനെ കോൺസ്പിറസി കേസ്. ഓക്കെ, നെറ്റു ബ്രദേഴ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടാവുമല്ലോ, അതൊന്ന് ക്ലാരിഫൈ ചെയ്താണ്. ഇൻ 1897 the Tilak and other editors were sentenced to long terms of imprisonment, arousing the people against the British. അല്ലെ, ബ്രിട്ടീഷിനെതിരെ ഈ പറഞ്ഞ പോലെ തിലകും അതേപോലെ തന്നെ മറ്റു ചില എഡിറ്റേഴ്സും ബ്രിട്ടീഷുകാർക്കെതിരെ പല രീതിയിൽ അല്ലെ ജനങ്ങളെ ഫോഴ്സ് ചെയ്ത് വിടുകയാണ് അല്ലെ. ആ രീതിയിൽ തിലകും അതേപോലെ തന്നെ ബാക്കിയുള്ള എഡിറ്റേഴ്സിനൊക്കെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇൻ 1898 exciting feelings of the disaffection towards the British government was made an offense. അല്ലെ, 1898 ആവുമ്പോഴേക്കല്ലേ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഡിസ്അഫെക്ഷൻ എന്തായി? ഒരു കുറ്റമായി മാറി. 1904 ദ ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അല്ലെ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഫ്രീഡം അല്ലെ, പ്രസിന്റെ ഫ്രീഡം ഇല്ലാതെയാക്കി, റെസ്ട്രിക്ട് ചെയ്തു. ടു റെസ്ട്രിക്ട് ദ ഫ്രീഡം ഓഫ് പ്രസ്. തിലക് in 1880 founded, പിന്നെ തിലകിന്റെ കുറച്ച് കാര്യങ്ങളാണ്. തിലക് in 1880 founded the new school which later became Ferguson College. He did not believe in armed struggle. അല്ല, നമ്മൾ പറഞ്ഞു he did not believe in armed struggle. Rather, he felt that Indians should withdraw from the active cooperation within the British and attain Swaraj through self-help, determination and sacrifice. Okay, Swaraj is my birthright and I shall have it. Okay, ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻ ആണ് തിലകിന്റെ കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഇവഞ്ച്വലി അല്ലെ, സോ ദീസ് ഫാക്ടേഴ്സ് ലീഡ് ടു ദി എക്സ്ട്രീമിസ്റ്റ് അല്ലെ, എക്സ്ട്രീമിസ്റ്റുകളെ പിന്നീട് കർസന്റെ ഒരുപാട് പോളിസീസും കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ പഠിച്ച പോലെ യൂണിവേഴ്സിറ്റീസ് ആക്ട്, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, ഇതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആയി മാറിയിട്ടുണ്ട്. എ ഷാർപ്പ് റിയാക്ഷൻ വാസ് ദ ക്രിയേറ്റഡ് ഇൻ ദി ഇന്ത്യൻ ബൈ ദ കേഴ്സൺ. കേഴ്സന്റെ ഒരു 7 വർഷ കാലയളവിൽ ഒരു ഭരണം, ഓക്കെ, അത് ശരിക്കും ഇന്ത്യൻസിന്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അല്ലെ, ഭയങ്കരമായി ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 7 years rule in India, which was full of missions, commissions and omissions. He refused to recognize India as a nation. Curzon. Administrative measures adopted by the Curzon, Official Secret Act, പ്രസ്സുകളുടെ ഫ്രീഡം ഇല്ലാതെയായി. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് അല്ലെ, അതെന്താണെന്ന് നമുക്കിവിടെ പഠിക്കാനുണ്ട്. കൽക്കട്ട കോർപ്പറേഷൻ ആക്ട് ആൻഡ് അബവ് ഓൾ, ഈ ഒരുപാട് ആക്ടുകൾ ഈ കർസന്റെ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം ഒരു അവസാനമായിട്ട് ദ ബംഗാൾ പാർട്ടീഷൻ. ഓക്കെ, ബംഗാൾ പാർട്ടീഷൻ എന്ത് ചെയ്തു? കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഇന്ത്യൻസിനെ അല്ലെ, ഇന്ത്യൻ മൈൻഡിനെ ഒരു ബേസിക്കലി ബ്രിട്ടീഷ് റൂളിനെതിരെ തിരിക്കാനുള്ള ഒരു കാരണമായി മാറി. The partition of Bengal left no doubt in Indian minds about the basically reactionary nature of the British rule in India. Right. So നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ലെഡ് ടു ദി റൈസ് ഓഫ് ദി എക്സ്ട്രീമിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള സ്ലൈഡിൽ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ആൻസർ ഉണ്ട് അല്ലെ. ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസ്, ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻസ്,
reaction to the increasing westernization, അല്ലെ, dissatisfaction with the moderate, അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഗ്രോത്ത് ഓഫ് മിലിറ്റന്റ് നാഷണലിസം, ഗ്രോത്ത് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ആൻഡ് ദിസ് ഓൾ ആർ ദ റീസൺസ് ഫോർ ദി റൈസ് ഓഫ് എക്സ്ട്രീമിസം. മനസ്സിലായോ? ഇത്രയും പോയിന്റ്സ് ഒന്നും എന്തായാലും നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. വാട്ട് വേർ ദ ഫാക്ടേഴ്സ് വിച്ച് ലീഡ് ടു ദി റൈസ് ഓഫ് എക്സ്ട്രീമിസം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കൊടുത്തേക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം, ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്, എന്നാലും ജസ്റ്റ് ഒരു 3 മാർക്കിനും 5 മാർക്കിന്റെ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. റൈറ്റ്. ഞാൻ ഇന്നലെ തന്ന PDF ഈ പറഞ്ഞ പോലെ INCയുടെ പ്രസിഡന്റ്ഷിപ്പും അതിന്റെ ഇടയിൽ നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീഡ് ചെയ്തിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ ഇന്ന് പറയുന്ന കാര്യം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ സൂറത്ത് സ്പ്ലിറ്റും അല്ല പാർട്ടീഷൻ ഓഫ് ദ ബംഗാളും ആ സമയത്ത് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും എക്സ്ട്രീമിസ്റ്റും മോഡേൺ തമ്മിലുള്ള പ്രശ്നവും അതെല്ലാം. So, existence of a militant school of thought. By the dawn of the 20th century, a band of nationalist thinkers had emerged who advocated a more militant approach to political work. ആരൊക്കെയാണ്? This included Narayan Bose, Ashwini Kumar Datta, Aurobindo Ghosh, Bipin Chandra Pal, Vishnu Shastri, Bal Gangadhar Tilak, Lala Lajpat Rai, etc. etc. ഈ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആരൊക്കെയാണ് മിലിറ്റന്റ് സ്കൂൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കൂൾ ഓഫ് തോട്ടിന്റെ പ്രൊപ്പോണ്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേരുകൾ ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. തിലക്, ഔട്ട് ഓഫ് ദിസ് തിലക് emerged as the most outstanding representatives of this school of thought, അല്ലെ, militant school of thought. So what were the basic tenet of this school? അല്ലെ, എന്തായിരുന്നു? hatred for the British rule, അല്ലെ, കോമൺ സെൻസ് ആണ് hatred for the British rule. Swaraj, to be the national goal of national movement goal, Swaraj, independence. Direct political action required. Belief in the capacity of the masses to challenge the authority. Personal sacrifices required, and a true nationalist was to be ready always. Ipo oru question ningalde aduthu chodikkanam alle, what are the different ideologies of moderates and extremists എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഉത്തരമുണ്ട് അല്ലെ. ഒരു 3 മാർക്കിന്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഷെയർ ദി ആൻസർ അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മെയിൻസിന് പ്രതീക്ഷിക്കാം അല്ലെ. വാട്ട് ആർ ദി ഡിഫറെന്റ് ഐഡിയോളജീസ് ഓഫ് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്? ആൻസർ നമുക്ക് പിന്നെ എഴുതാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. സോ വാട്ട് വേർ ദ മോഡ് ഓഫ് ആക്ഷൻ അല്ലെ, ഇവർ ചെയ്തിരുന്ന ആക്ഷൻ എന്തായിരുന്നു? മോഡ് ഓഫ് ആക്ഷൻ, ദ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി ഇൻസ്പയർഡ് ബൈ ദ ഐഡിയോളജീസ് ഓഫ് സ്വാമി വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി, ബക്കിം ചന്ദ്ര ചാറ്റർജി അല്ലെ. ഇവരുടെ ഐഡിയോളജിയിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു എക്സ്ട്രീമിസ്റ്റ്. ചോദിക്കാം, ഓക്കെ, ദ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് വെർ ഇൻസ്പയർഡ് ബൈ ദ സ്വാമി വിവേകാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷനിൽ കാണാം. Programs of boycott and Swadeshi movement, boycott and Swadeshi movement. National education scheme was set up for the student who boycotted the government schools and Bengal colleges. Bengal Council of National Education was set up by Gurudas Banerjee. Non-cooperation or passive resistance cooperative organization. These are the mode of actions of extremist ideologies. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇവരുടെ എന്തായിരുന്നു ഇവിടെ മോഡ് ഓഫ് ആക്ഷൻ? ഏത് രീതിയിലായിരുന്നു ഇവർ പ്രതികരിച്ചിട്ടുണ്ടത്? ഓക്കെ, അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് അല്ലെ. they were inspired by the ideologies of സ്വാമി വിവേകാനന്ദൻ, ബോയ്കോട്ട് സ്വദേശി മൂവ്മെന്റ് അല്ലെ, നാഷണൽ എഡ്യൂക്കേഷൻ സ്കീം അല്ലെ, നോൺ കോപ്പറേഷൻ, പാസീവ് റെസിസ്റ്റൻസ്, ഇതൊക്കെയായിരുന്നു ഇവരുടെ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജീസിന്റെ മോഡ് ഓഫ് ആക്ഷൻ.
ക്ലിയർ അല്ലേ? ഇനി ഡൗട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? 1 minute for doubt. സംശയമൊന്നുമില്ല ആയിരിക്കും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ബേസിക്കലി ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എന്താണ് മോഡറേറ്റുകൾ, എന്താണ് എക്സ്ട്രീമിസ്റ്റുകൾ, ഇവരുടെ ഐഡിയോളജിയിലുള്ള ഡിഫറൻസ് എന്താണ്, ആരൊക്കെയാണ് ഇതിന്റെ റീസൺസ് അല്ലെ, ലീഡേഴ്സ്, എന്താണ് ഇതിന്റെ റീസൺസ്, അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത്രയേ വേണ്ടു. അതിനുള്ള ഒരു കണ്ടന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. യെസ്. സോ ദ വർക്ക് ഓഫ് ദി എക്സ്ട്രീമിസ്റ്റ് അല്ലെ, എക്സ്ട്രീമിസ്റ്റുകളുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു PDF തരാം. ഓക്കെ, ലൈക്ലി ഞാൻ പറയുന്ന പോലെ തന്നെ PDF തരാം. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എന്താണ് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് മോഡറേറ്റ്സ്. ഓക്കെ, അവരുടെ ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ലൈക്ക് ഇമ്പോർട്ടന്റ് മോഡറേറ്റ് ലൈക്ക് സുരേന്ദ്രനാഥ ബാനർജി അല്ലെ, ഫൗണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെ ദാദാഭായ് നവറോജി, ദയാനന്ദ സരസ്വതി, ബക്കീം ചന്ദ്ര ചാറ്റർജി, ഇങ്ങനെയുള്ള കുറച്ച് പേരുടെ കോൺട്രിബ്യൂഷൻസ് ജസ്റ്റ് നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഇൻ 1891 തിലക് ഒപ്പോസ്ഡ് ദി ഏജ് ഓഫ് കൺസെന്റ് ബിൽ. ഓക്കെ, ഏജ് ഓഫ് കൺസെന്റ് ബില്ല് അതായത് ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇൻക്രീസ് അല്ല, 10 വയസ്സിൽ നിന്ന് 12 വയസ്സാക്കി ഉയർത്തി. ഓക്കെ, ബിക്കോസ് ഓഫ് അപ്പൊ തിലക് എന്ത് പറഞ്ഞു, ഇന്ത്യൻസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സിൽ അല്ലെ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ബ്രിട്ടീഷ് ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ഈ ഒപ്പോസിറ്റ് ദിസ്. ഓക്കെ, തിലക് ഒപ്പോസിറ്റ് ദിസ് ഏജ് ഓഫ് കൺസെന്റ് ബിൽ. ഓക്കെ, ഇത് നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. Aurobindo published a series of articles, New Lamps for the Old, in the Hindu Prakash, wherein described Congress has been out of contact with the proletariat. അല്ലെ, proletariat എന്നാണ് താഴെത്തട്ടിലുള്ള ജനങ്ങൾ. എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് അറോസ് ഇൻ 3 geographical regions. മഹാരാഷ്ട്രയിൽ ബാൽ ഗംഗാധര തിലക്, ബംഗാളിൽ ബിപിൻ ചന്ദ്രപാൽ, പഞ്ചാബിൽ ലാലാ ലജ്പത് റായ് അല്ലെ, പാൽ അല്ലെ, ഈ പറഞ്ഞ പോലെ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ്. ഇവര് മാത്രമല്ല, കുറച്ച് ലീഡേഴ്സ് കൂടി ഉണ്ട്. ഞാൻ PDF നിങ്ങൾക്ക് തരാം. ആ PDF ജസ്റ്റ് റീഡ് ചെയ്യുക, മനസ്സിലാക്കുക. റൈറ്റ്. സോ ബേസിക്കലി നമ്മൾ ഇത്രയും സമയം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഇമ്പോർട്ടൻസ്. ഓക്കെ, മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഇവിടുന്ന് ചോദ്യങ്ങൾ വരിക. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ കുറവായിരിക്കും. സോ ഞാൻ നിങ്ങളോട് ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ അതിന് ഉത്തരം നൽകണം. ഓക്കെ, വാട്ട് ആർ ദി ബേസിക് difference in ideology of both moderates and extremist? 3 marks. നിങ്ങൾ എന്തൊക്കെ എഴുതും?
ഇന്നലെയും ഇന്നും കണ്ടിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, ദിസ് ഈസ് ഇനഫ്. വാട്ട് ആർ ദ ബേസിക് ഡിഫറൻസ് ഇൻ ഐഡിയോളജീസ് ഓഫ് മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്? 5 വരി. എന്തൊക്കെ എഴുതാൻ പറ്റും? തെറ്റിക്കോട്ടെ, നിങ്ങൾ പറയുന്ന ഉത്തരം തെറ്റിക്കോട്ടെ, എന്നാലും ഉത്തരം പറയും. മോഡറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടസ്റ്റ് അല്ലേ? യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. മോഡറേറ്റ്സ് അല്ലേ? Advocated, moderates advocated for constitutional protest, whereas the extremist advocates for extra constitutional protest അല്ലെ? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടസ്റ്റ്, ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം? സ്വദേശി അല്ലെ? സ്വദേശി, ബോയ്ക്കോട്ട് എക്സെട്ര. മോഡറേറ്റ് മെയ്ഡ് പെറ്റീഷൻസ്, PPP അല്ലെ? PPP പറഞ്ഞിട്ടല്ലേ മൂസിന്? യെസ്, PPP അല്ലെ? പ്രൊട്ടസ്റ്റ്, പ്രേയേഴ്സ് അല്ലെ? പ്രേയേഴ്സ്, പിന്നെ ഒരു പിയും കൂടി ഉണ്ടല്ലോ അല്ലെ? പ്രൊട്ടസ്റ്റ്, പ്രേയേഴ്സ് ആൻഡ് PPP. മോഡറേറ്റ് അല്ലെ? മോഡറേറ്റ് പെറ്റീഷൻ, യെസ്, പെറ്റീഷൻ. മോഡറേറ്റ് റിലേഡ് ഓൺ അല്ലെ? മോഡറേറ്റ്സ് റിലേഡ് ഓൺ PPP അല്ലെ? പ്രൊട്ടസ്റ്റ്, യെസ് അനു. പ്രൊട്ടസ്റ്റ്, പ്രേയേഴ്സ്, പെറ്റീഷൻ. ബട്ട് എക്സ്ട്രീമിസ്റ്റ് റിലേഡ് മോർ ഓൺ അല്ല ബോയ്ക്കോട്ട് അല്ലെങ്കിൽ സ്വദേശി എക്സെട്ര എക്സെട്ര. അടുത്ത പോയിന്റ് എന്ത് എഴുതാം? അടുത്ത പോയിന്റ് എന്ത് എഴുതാം? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതുവരെ വന്നിട്ടില്ല. എക്സ്ട്രീമിസ്റ്റ് വാണ്ട് ലാർജ് നമ്പർ ഓഫ്, യെസ് അമീന, യെസ്, വെരി ഗുഡ്. മാസ് അല്ല? മാസ് പാർട്ടിസിപ്പേഷൻ. മോഡറേറ്റ്സ് അല്ലെ? ഡിഡ്ന്റ് ബിലീവ്ഡ് the participation of Musina, very good. The participation of masses. However, extremists believed. Extremists believed. Extremists believe the masses can change make. ഒരു പോയിന്റും കൂടി, ഒറ്റ പോയിന്റ് കൂടി. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സിന്റെയും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടി. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡിഫറൻസ് മാത്രമല്ല, വാട്ട് വേർ ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദി ബോത്ത് ദ ഐഡിയോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ പറ്റണം. പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ? ഇവർ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു. ദേ വേർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വെസ്റ്റേൺ കൾച്ചർ എക്സെട്ര എക്സെട്ര, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും. ഒറ്റൊരു പോയിന്റ് കൂടി. നോൺ പാൻ ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ, അത് സ്വദേശി മൂവ്മെന്റിന്റെ അല്ല സൂററ്റ് സ്പ്ലിറ്റും ആയിട്ട് നമുക്കിപ്പോ പറയാനുണ്ട്. മോഡറേറ്റ് അപ്പർ ക്ലാസ്, യെസ് യെസ് പറയാലോ അല്ലെ ഹുസൈന? കറക്റ്റ് ആണ്.
മോഡറേറ്റ്സ് അല്ലെ, ഏറ്റവും കൂടുതൽ ലോയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. യെസ്, യെസ്, പറയാം. മോഡറേറ്റ്സ് moderates were basically from upper middle class അല്ല intellect. Right. സോ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഉത്തരം എഴുതാൻ പറ്റണം. 5 മാർക്കിന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ എല്ലാ ദിവസവും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് മേക്ക് അല്ലെ നിങ്ങളുടെ മൈൻഡിൽ ഒരു ആൻസർ റൈറ്റിംഗ് സ്കില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇന്നലെ ഞാൻ തന്ന PDF ആരൊക്കെ റീഡ് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും റീഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അതിൽ സൂറത്ത് സ്പ്ലിറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ, സൂറത്ത് സ്പ്ലിറ്റ്. യെസ്, ഒരു പ്രാവശ്യമെങ്കിലും റീഡ് ചെയ്തവരുണ്ടാവും അല്ലെ. ഇത് നോക്കട്ടെ. സോ ദി അറൈവൽ ഓഫ് ദി ലോർഡ് കേഴ്സൺ, ലോർഡ് കേഴ്സന്റെ വരവ് അല്ലെ, 1899 to 1905. ലോർഡ് കേഴ്സന്റെ വരവ് എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ടും ഈ ഫെമൈൻ അല്ലെ, പട്ടിണിയും പ്ലാഗും ഒക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് ലോർഡ് കേഴ്സന്റെ വരവ് അല്ലെ. ഹി കെയിം ടു ഇന്ത്യ ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ദി ഫെമൈൻ ആൻഡ് പ്ലാഗ് ഓഫ് 1896. അതേപോലെ തന്നെ ലോർഡ് കേഴ്സണ് ഒരുപാട് റിഫോംസ്, ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ആക്ട്, യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ആക്ട് ഓഫ് 1902 അല്ലെ. അതായത് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, അവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവരിലേക്ക് പൊളിറ്റിക്സ് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടും അത് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ആക്ട് ബേസിക് അല്ലെ. ടു ഇംപ്രൂവ് ദ ഡിസിപ്ലിൻ അല്ലെ, ആൻഡ് ടു എൻകറേജ് അല്ലെ, ടു ഇംപ്രൂവ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ്. അതായത് യൂണിവേഴ്സിറ്റീസ് രാഷ്ട്രീയ പൊളിറ്റിക്കൽ പരമായിട്ട് കൂടുതൽ ഇൻഫ്ലുവൻസ് വരാൻ തുടങ്ങി ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം. അതെന്ത് ചെയ്തു, അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെ, ഇങ്ങനെ പോകുന്ന സ്റ്റുഡൻസിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പാസ്സാക്കിയതാണ് യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ആക്ട്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ പോലീസ് റിഫോം. ഓക്കെ, പോലീസ് റിഫോം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കട്ടോ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഈ പറഞ്ഞ പോലെ ഗവർണർ ജനറൽമാരും അവരുടെ ചേഞ്ചസ് ഉണ്ടല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ്, അത് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആണ്, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് അല്ല. അത് നമുക്ക് പഠിക്കാനുണ്ട്. സ്പെക്ട്രത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിൽ ഗവർണർ ജനറൽമാരും അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടല്ലോ, വില്യം ബെന്റിക് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കി ഗവർണേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പെക്ട്രത്തിന്റെ അവസാന പേജിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, പോലീസ് റിപ്പോർട്ട് 1902 അണ്ടർ ദി സർ ആൻഡ്രൂ ഫ്രൈസർ അല്ലെ. എന്താണ് ഈ റിപ്പോർട്ട് പ്രകാരം? ഇന്ത്യയിലെ പോലീസ് മൊത്തം കറക്റ്റഡ് ആണ് അല്ലെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഇങ്ങനെ ഇവർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് സ്കൂളും ട്രെയിനിങ് കോളേജുകളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസ് റിപ്പോർട്ട്. സീക്രട്ട് ആക്ട്, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അല്ലെ, നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ, ഫസ്റ്റ് സ്ലൈഡിൽ. എന്താണ്? പ്രസിന്റെ ഫ്രീഡം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫെമൈൻ കമ്മീഷൻ രൂപീകരിച്ചു. ഇറിഗേഷൻ കമ്മീഷൻ, ഓക്കെ, ഇറിഗേഷൻ കമ്മീഷൻ
ആൻഷ്യന്റ് മോണുമെന്റ് ആക്ട്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, പ്രിലിംസിന് പറയാൻ പറ്റില്ല അല്ലെ. ഏത് ഗവർണർ ജനറലുടെ കാലഘട്ടത്തിലാണ് ആൻഷ്യന്റ് മോണുമെന്റ് ആക്ട് പാസ്സാക്കിയെന്നൊക്കെ ചോദിക്കാം. ആ വർഷം ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആളെപ്പിടി കിട്ടും. കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. അവസാനം ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ അല്ലെ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ലോർഡ് കേഴ്സന്റെ വരവോട് കൂടിയിട്ട് വന്നിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ലോർഡ് കേഴ്സൺ ഫെമിൻ സമയത്ത് വരുന്നു, ഒരുപാട് അല്ലെ. ഹീസ് ബിലീവ്ഡ്, ലോർഡ് കേഴ്സൺ ഈസ് ബിലീവ്ഡ് ടു നോ മോർ അബൌട്ട് ഇന്ത്യ ദെൻ എനി അതർ വൈസ്രോയ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ലോർഡ് കേഴ്സണ് ഇന്ത്യൻസിനെ ബാക്കിയുള്ള ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാന്നാണ് പറയുന്നത്. സോ പാർട്ടീഷൻ ഓഫ് ദ ബംഗാൾ നമ്മുടെ ടോപ്പിക് ഇവിടെയാണ്, പാർട്ടീഷൻ ഓഫ് ദ ബംഗാൾ അല്ലെ. ബംഗാൾ പാർട്ടീഷൻ. എന്തിനായിരുന്നു ബംഗാൾ പാർട്ടീഷൻ ചെയ്തത് അല്ലെ? എന്തിനായിരുന്നു ബംഗാൾ പാർട്ടീഷൻ ചെയ്തത് അറിയാമോ? 1905 ആർക്കെങ്കിലും അറിയാമോ? ഡിവൈഡ് ആൻഡ് റൂൾ. യെസ്, മോസിന. ബേസിക്കലി ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഫോർ ദി ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ബെറ്റർ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷനും എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. വലിയ പോപ്പുലേഷൻ ആണ്, ആ പോപ്പുലേഷൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്താലേ നമുക്ക് പ്രോപ്പർ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം. പക്ഷെ യഥാർത്ഥത്തിൽ മൈൻഡിൽ ഉദ്ദേശം വേറെതായിരുന്നു അല്ലെ. യുണൈറ്റി ഡിസ്ട്രോയ് ചെയ്യൽ. വെരി ഗുഡ്. യുണൈറ്റി ഡിസ്ട്രോയ് ചെയ്യൽ, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അല്ലെ. അതായത് ആ സമയത്ത് ആർജിച്ചു വന്നിരുന്ന അല്ലെ 1905. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എക്സ്ട്രീമിസ്റ്റുകളുടെ ഒക്കെ ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഒരു ഡോമിനൻസ് നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റും. ആ സമയത്ത് അതൊന്ന് കർട്ടെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഈ പറഞ്ഞ പോലെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓഫ് ദ ബ്രിട്ടീഷ് അഗെയിൻ. ബട്ട് ഫോർ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നത് ജിയോഗ്രഫിക്ക്, ബട്ട് ദേ നീഡ് യെസ് ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെ. ബ്രിട്ടീഷുകാർ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞാലും യുണൈറ്റിയും ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ അല്ലെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മതാടിസ്ഥാനത്തിൽ ഡിവിഷൻ ചെയ്യാൻ അല്ലെ, രണ്ട് പ്രൊവിൻസ് ആക്കി മാറ്റാൻ അല്ലെ. ബംഗാൾ ബംഗാൾ പ്രൊവിൻസും അല്ലെ, കംപ്രൈസിംഗ് ഓഫ് ദ വെസ്റ്റേൺ ബംഗാൾ ആൻഡ് ദ പ്രൊവിൻസ് ഓഫ് ബീഹാർ ആൻഡ് ഒറീസ. അതേപോലെ തന്നെ ഈസ്റ്റേൺ ബംഗാൾ ആസാം അല്ലെ, രണ്ട് പ്രൊവിൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാനോ അല്ലെ, ജനങ്ങളെ ഡിവൈഡ് ചെയ്യാനോ ആണ് അല്ലെ. മെയിൻ ആയിട്ടുള്ള കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇനി മെയിൻസിനെ ചോദിക്കുകയാണ്, വാട്ട് വേർ ദ ഫാക്ടേഴ്സ് വിച്ച് ലെഡ് ടു ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതാണ് അല്ലെ. യൂണിറ്റി, ഈ പറഞ്ഞ പോലെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓഫ് ദ ബ്രിട്ടീഷ്. യെസ്, യെസ് അല്ലെ. INCയുടെ ഫോർമേഷൻ, അതേപോലെ തന്നെ പവർ കൂടി വരികയായിരുന്നു അല്ലെ. ഇന്ത്യൻ നാഷണലിസം, നാഷണൽ മൂവ്മെന്റിന് പവേഴ്സ് കൂടി വരികയായിരുന്നു. അപ്പൊ ഇതിനെ ഒന്ന് കർട്ടെയിൽ ചെയ്യണം. ഈ രീതി പോയി കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സിന് എന്തായാലും പ്രശ്നം ഉണ്ടാവും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പാർട്ടീഷൻ ചെയ്തത്. ഹൗഎവർ ദിസ് പാർട്ടീഷൻ ലെഡ് ടു ദി പ്രോബ്ലംസ് അല്ലെ. പാർട്ടീഷൻ എന്തായി, INCയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു പല കാരണങ്ങളാ അല്ലെ. സ്വദേശി മൂവ്മെന്റ് ബോയ്ക്കോട്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചോട്ടെ. ദ സൂറത്ത് സ്പ്ലിറ്റ് അല്ലെ, സൂറത്ത് സ്പ്ലിറ്റ്. ഇന്നലെ ആ PDF വായിച്ചവർക്ക് കുറച്ചുകൂടി കാര്യം എളുപ്പത്തിൽ മനസ്സിലാവും. പാർട്ടീഷൻ. What were the reason? ഈ സൂറത്ത് സ്പ്ലിറ്റിന്റെ ബേസിക് റീസൺ എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ എക്സ്ട്രീമിസ്റ്റ് മോഡേണിസ്റ്റിന്റെ അല്ലെ, ഇതിന്റെ റീസൺ എന്തായിരുന്നു അറിയാമോ? നിങ്ങൾ പറയാം ഫസ്റ്റ്. ആരെങ്കിലും പറയൂ. സിമ്പിൾ അല്ലേ?
What were the primary reason behind the Surat split? Difference in ideology, Sinan. Surat split. Sri Rashmi. Yes, no result was produced within moderate method. അല്ല അത് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? റൈറ്റ്. 1905 അല്ലെ ഡിസംബറിൽ എല്ലാ വർഷവും നമുക്കറിയാം INC മീറ്റ് നടക്കും. ദ ബനാറസ് സെഷൻ ഓഫ് INC presided by moderate extremist in the differences come into force. The different opinions of the moderate and extremist come into force. Yes. Extremist എന്ത് പറയുന്നു? Extremist പറയാണ് they wanted to extend the boycott to all over India. Boycott and Swadeshi movement all over India. അതായത് ബേസിക്കലി ടു ഔട്ട്സൈഡ് ദ റീജിയൻ ഓഫ് ബംഗാൾ. ബംഗാളിൽ മാത്രമല്ല, ടു ഔട്ട്സൈഡ് ദ റീജിയൻ ഓഫ് ബംഗാൾ. And also include all forms of association. Yes, Mohsina, extend the boycott outside the Bengal. And കുറച്ചുകൂടി പാർട്ടിസിപ്പേഷൻ അല്ലെ, ഇൻക്ലൂഡ് ഓൾ ഫോംസ് ഓഫ് അസോസിയേഷൻസ്. പക്ഷെ അല്ലെ വിത്തിൻ ദി ബോയ്കോട്ട് പ്രോഗ്രാം അല്ലെ, ഗവൺമെന്റ് സർവീസസ്, ലോ കോഡ്സ്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ എക്സെട്ര എക്സെട്ര. ഒരു നാഷൻ വൈഡ് ആയിട്ടുള്ള ഒരു മാസ് മൂവ്മെന്റ് ആണ് എക്സ്ട്രീമിസ്റ്റ് പ്രതീക്ഷിച്ചത് അല്ലെ. പക്ഷെ മോഡറേറ്റ് എന്ത് ചെയ്തു? They advocated strictly for the constitutional methods. Constitutional methods നമുക്കറിയാമല്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ്. അതേപോലെ തന്നെ ഈ സ്വദേശി മൂവ്മെന്റും ബോയ്കോട്ടും എല്ലാം എന്ത് ചെയ്യാ, ഈ ബംഗാളിൽ തന്നെ മതി, ഔട്ട്സൈഡ് പോവേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് മോഡറേറ്റുകൾ. ഇതാണ് ദ ബേസിക് ഡിഫറൻസസ്. ഓക്കെ, ഡിഫറൻസസ്. ഇവഞ്ച്വലി സൂറത്ത് സ്പ്ലിറ്റിന്റെ വർഷം ഏതാണ്? അല്ലെ, ഈ ഒരു ഡിഫറൻസസ് ഇവഞ്ച്വലി യെസ് അശ്വതി 1905 അല്ലെ, 1905 സൂറത്ത് സ്പ്ലിറ്റ്. ആരായിരുന്നു പ്രസിഡന്റ് സൂറത്ത് സ്പ്ലിറ്റ്? 1907 നോട്ട് 5 മോസന. ആരായിരുന്നു പ്രസിഡന്റ്? INC വാസ് പ്രസൈഡഡ് ബൈ രാജ് ബിഹാരി ഘോഷ്. യെസ്, RC ഘോഷ്. സ്പ്ലിറ്റ് ആയി മാറി. അല്ലെ, പിന്നീട് കുറെ കാര്യങ്ങൾ ഞാൻ ഇന്നലെ തന്നിട്ടുള്ള PDF അത് റീഡ് ചെയ്യണം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് റീഡ് ചെയ്തേ പറ്റൂ, അത് പഠിക്കണം. റൈറ്റ്. സോ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഒരു ക്ലാസ്സും കൂടി, ഓക്കെ, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു 2 മണിക്കൂർ നീണ്ടെടുക്കുന്ന ഒരു ക്ലാസിന്റെ ആവശ്യമുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി റവല്യൂഷണറി ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കണം. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഖിലാഫത്ത് മൂവ്മെന്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ ഫൗണ്ടേഴ്സ്, അതിന്റെ റീസൺസ്, കാര്യങ്ങളൊക്കെ ഒരു 2 hours ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. യെസ്, റാഡിക്കൽ റെവല്യൂഷൻ. യെസ്, ഞാൻ പറഞ്ഞല്ലോ ഫോർമേഷൻ ഓഫ് ദ INC, ഫോർമേഷൻ ഓഫ് ദ INC മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും നമ്മൾ ഓൾമോസ്റ്റ് നോക്കി എക്സാം പെർസ്പെക്റ്റീവില്. ഇതിന്റെ ലീഡേഴ്സിനെയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒക്കെ എക്സ്ട്രീമിസ്റ്റിന്റെ ലീഡേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അവരുടെ ബുക്ക്, അവരുടെ ന്യൂസ് പേപ്പേഴ്സ്, കാര്യങ്ങൾ, അതെല്ലാം ഞാൻ PDF ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരും. അതിനു പുറമെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള റെവല്യൂഷണറി ആക്ടിവിറ്റീസ്, ഇതും കൂടി നമുക്ക് നോക്കണം. ഓക്കെ,
ഇത് കൂടി നോക്കിയിട്ട് ഒറ്റ ക്ലാസ്സിൽ നമുക്ക് മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാം. ഇതിനു പുറമെ കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങൾ അത് കവർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഗാന്ധിജി. ഓക്കെ, ഇമ്പോർട്ടന്റ് ലീഡേഴ്സ് ഉണ്ടല്ലോ, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെയുള്ള ലീഡേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്പെക്ട്രത്തിൽ അല്ലെങ്കിൽ ഞാൻ PDF പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യണം, അത് അറ്റ്ലീസ്റ്റ് റീഡ് ചെയ്യണം. ആൻഡ് വൺസ് അഗെയിൻ എക്സാം പെർസ്പെക്റ്റീവ് ഓഫ് വ്യൂ, KSന്റെ ഇവിടുന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ബ്രിട്ടീഷ് ഉണ്ടായിട്ടുള്ള വാർ, മറാത്ത വാർ ശ്രദ്ധിക്കുക, ഞാൻ ഹോട്ട് പ്രയോറിറ്റി ഏരിയ പറയാണ് കേട്ടോ. മറാത്ത വാർ, മൈസൂർ വാർ, കർണാട്ടിക് വാർ, പഞ്ചാബ്, സിന്ധ്, ഇവിടുന്നാണ് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. മറാത്ത, മൈസൂർ, ഓക്കെ, ഇവിടുന്നാണ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റൈസ് ഓഫ് ദ പൊളിറ്റിക്കൽ അസോസിയേഷനും ഫോർമേഷൻ ഓഫ് ദ INCയും മാസ് പാർട്ടിസിപ്പേഷനും ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതിനു പുറമെ ഗവർണർ ജനറൽമാർ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗവർണർ ജനറൽമാരും അവരുടെ കോൺട്രിബ്യൂഷൻസും, വില്യം ബെന്റിക് എക്സെട്ര എക്സെട്ര. ഓക്കെ, അതാണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത്. ആസ് ഫാർ ആസ് നമ്മൾ ഓക്കെ പ്രിലിംസിന് ശേഷം വീണ്ടും നമുക്ക് 4 മാസം സമയമുണ്ട്. അപ്പൊ റൈറ്റ് നൗ പ്രിലിംസ് പെർസ്പെക്റ്റീവില് നമ്മൾ മോഡേൺ ഇന്ത്യ കവർ ചെയ്ത് കഴിഞ്ഞു യഥാർത്ഥത്തിൽ. ഓക്കെ, ഒറ്റ ക്ലാസ് കൂടിയും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റെവല്യൂഷണറി ആക്ടിവിറ്റീസ്, അതിന്റെ ഫൗണ്ടേഴ്സ്, അതിന്റെ ലീഡേഴ്സ്, എന്താണ് അതിന്റെ കോൺസെപ്റ്റ് അല്ലെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന തന്നെയായിരിക്കും. പക്ഷേ റിവിഷൻ എന്നുള്ള ക്ലാസ് ആയിട്ട് അത് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അത് നാളെ ഉണ്ടാവും. നാളത്തോടു കൂടി നമുക്ക് മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ കംപ്ലീറ്റ് ആയി. മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇനിയും സമയമുണ്ട്. ഓക്കെ, പ്രിലിംസിന് ശേഷം 4-4.5 മാസം അവിടെ അവൈലബിൾ ആണ്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്യണം, മെയിൻസിലേക്ക് പോകണം. സമയം ഉള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. റൈറ്റ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാൻ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? Two minutes for doubts. ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ലീഡേഴ്സിനെ കുറിച്ച് എന്തൊക്കെ റെഫർ ചെയ്യണം? യെസ് മോസിൻ, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സോഷ്യോ അല്ലെ, ട്രൈബൽ പെസന്റ് മൂവ്മെന്റ് ഒരു PDF ഉണ്ട്, ട്രൈബൽ മൂവ്മെന്റ് ഒരു PDF ഉണ്ട്, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഒരു PDF ഉണ്ട്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ അസോസിയേഷൻ ബിഫോർ INC അല്ല, INCക്ക് മുമ്പായിട്ടുള്ള ഒരു PDF ഉണ്ട്. ഇതിനുശേഷം ഞാൻ തരാൻ പോകുന്നത് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു PDF ആണ്. ദെൻ സ്പെക്ട്രത്തില് ഓക്കെ, യെസ് അശ്വതി, അതും ഒരു റീസൺ ആണ്. ഫാസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം തരാമോ ബിഫോർ ബിഗാൻ ടു നെക്സ്റ്റ് ടോപ്പിക്? യെസ് തരാം. ഓക്കെ, ഒരുപാട് ടൈം തരാൻ പറ്റില്ല. ഈ വീക്ക് തന്നെ നമുക്ക് ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പൊളിറ്റി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇതിൽ ഞാൻ പറയട്ടെ, ഇതിൽ ട്രൈബൽ മൂവ്മെന്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വളരെ ചുരുക്കമേ PSC ചോദിക്കാറുള്ളൂ. ഓക്കെ, അതായത് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മോഡേൺ ഹിസ്റ്ററി പ്രിലിംസിന് 4 ക്വസ്റ്റ്യൻ, മെയിൻസിന് ക്വസ്റ്റ്യൻസ് ഉണ്ട് 3, ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 മാർക്കിന്റെ അല്ല 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനും ഒരു 5 മാർക്കിന്റെ ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മെയിൻസിന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരിക്കലും ഫൗണ്ടേഴ്സ് ആരാണ്, അല്ലെങ്കിൽ ട്രൈബൽ റിവോൾട്ട്, ഈ പറഞ്ഞ പോലെ പാഗൽപന്തി, അതൊന്നുമല്ല ചോദിക്കാം. ഇതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ഇതിന്റെ ഫാക്ടേഴ്സ് ലീഡ് ടു ദിസ് ട്രൈബൽ പെസന്റ് മൂവ്മെന്റ്, എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നാഷണലൈസേഷൻ ഇന്ത്യയിലേക്ക് വന്നത്, അല്ല, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഈ പറഞ്ഞ പോലെ പെസന്റ് മൂവ്മെന്റ് ആരാണ്, ഫൗണ്ടർ ആരാണ്, അല്ലെ, അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കേണ്ടെന്നല്ല, ഗിവ് ലെസ് പ്രയോറിറ്റി. ഓക്കെ, പെസന്റ് മൂവ്മെന്റ് അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSCയുടെ PYQ ബേസിസിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണം, പഠിക്കണം. ട്രൈബൽ റിവോൾട്ട് ഞാൻ പറഞ്ഞു, 300+ ട്രൈബൽ റിവോൾട്ട്, 400+ ട്രൈബൽ റിവോൾട്ടുകൾ ഉണ്ട്. അതൊക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവും. സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് പഠിക്കണം. ഓക്കെ, ഇതിൽ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അതേപോലെ തന്നെ INCയുടെ ഈ പറഞ്ഞ പോലെ
പ്രസിഡൻസി INC പ്രസിഡന്റും ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, സൂറത്ത് സ്പ്ലിറ്റ്, അപ്പൊ ആരാണ് പ്രസിഡന്റ് ആയത്, പിന്നീട് ഒന്നിക്കുന്നത്, ഫോർമേഷൻ ഓഫ് ദി മുസ്ലിം ലീഗ്, ആ PDF കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെ കാര്യങ്ങളും പ്രോപ്പറായിട്ട് റീഡ് ചെയ്യണം. ഈ പെസന്റും ട്രൈബൽ റിവോൾട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, പക്ഷെ എന്നാലും അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. സമയം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക. ഇൻഡിഗോ റിവോൾട്ടും കാര്യങ്ങളൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇൻഡിഗോ റിവോൾട്ട് ഒക്കെ നമുക്കറിയാം, അത് മാത്രം റീഡ് ചെയ്തിട്ട് പോവാം. കാര്യം ഒരുപാട് ഉണ്ട് താനും, കോസ്റ്റ് ബെനിഫിറ്റ് കുറവാണ്. സോ മോഡേൺ ഇന്ത്യയുടെ KSന്റെ പെർസ്പെക്റ്റീവില് ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഒരു സെക്ഷനും കൂടി വേണം, ഞാൻ പറഞ്ഞ ഒരു നമ്മുടെ ഇനി അടുത്ത ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് ഒരു ക്ലാസ് കൂടി വേണം മോഡേൺ ഹിസ്റ്ററിക്ക്. ഓക്കെ, മിസ്ലേനിയസ് കോൺസെപ്റ്റും കാര്യങ്ങളും റെവല്യൂഷണറി ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാൻ. പിന്നീട് നമുക്ക് PYQ ചെയ്യണം. ഓക്കെ, PYQ ഓഫ് ഡിഗ്രി ലെവൽ, ഇതൊരു സെക്ഷൻ ആയിട്ട് ചെയ്യണം. പിന്നീട് MCQ ടെസ്റ്റ്. ഓക്കെ, ഒരു 25 മാർക്കിന്റെ ഒരു മിനി MCQ ടെസ്റ്റ്, 20 മാർക്കിന്റെ ഒരു മിനി MCQ ടെസ്റ്റ്, ഒരു മിനി ആൻസർ റേറ്റിംഗ്, നമ്മൾ ഈ പഠിച്ചു വെച്ചിട്ട് മിനി ആൻസർ റേറ്റിംഗ്. ഓക്കെ, ഒരു 4 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ഒക്കെ ആക്കിയിട്ടുള്ള ഒരു മിനി ആൻസർ റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. ഇതിന് പുറമെ ഈ വീക്ക് തന്നെ നമുക്ക് ജോഗ്രഫിയോ പൊളിറ്റിയോ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. റൈറ്റ്. ഇതിന് പുറമെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ക്ലാസ്സിന് ശേഷം ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെക്ട്രത്തിന്റെ ബുക്ക് കൂടി റീഡ് ചെയ്യണമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് പഠിച്ചിട്ടുള്ള ടോപ്പിക്കുള്ള സ്പെക്ട്രത്തിന്റെ ബുക്ക് റീഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? PDF കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം, ഡ്രൈവ് ആയിട്ട് ഇട്ടുതരാം. നിങ്ങൾ ആ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സാർ ലീഡേഴ്സ് റെഫർ ചെയ്യാൻ. ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗാന്ധിജിയുടെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ പ്രോമിനന്റ് ആയിട്ട് കുറച്ച് ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അവർ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എവിടെ നിന്നാണ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതെന്ന്. ലീഡേഴ്സിനെ കുറിച്ചൊന്നും അങ്ങനെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലൊക്കെ ചോദിച്ചാലായി. അതൊക്കെ പണ്ട് ചോദിക്കാറുണ്ടായിരുന്നു. അംബേദ്കറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, പ്രോമിനന്റ് ആയിട്ടുള്ള കുറച്ച് ലീഡേഴ്സ് ഉണ്ടല്ലോ. അത് നമുക്ക് മിസ്ലേനിയസ് കോൺസെപ്റ്റിൽ കുറെ കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ മാത്രം. എന്നിരുന്നാലും യു ഹാവ് ടു റീഡ്. അതിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ, സോ ഇന്ന് നമ്മുടെ ക്ലാസ് ഇത്ര മതി. പെൻഡിങ് ഉണ്ടെങ്കിൽ ക്ലാസ്സസ് പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. ഇനി വരും ക്ലാസ്സസിൽ ബൾക്കാവാൻ പോവാണ്. ഓക്കെ, ഏറ്റവും മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഏറ്റവും മിനിമൽ ആയിട്ടുള്ള രീതിയിൽ എക്സാം പെർസ്പെക്റ്റീവിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിക്കണം, അറ്റ്ലീസ്റ്റ്. ഓക്കെ, ബിക്കോസ് നമുക്ക് ഒരുപാട് സമയമില്ല. അതുകൊണ്ട് തന്നെ പെൻഡിങ് ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കണ്ടു തീർക്കുക. ഓക്കെ, ഇനിയിപ്പം ഓരോരോ ദിവസം കഴിയുന്നതോറും എന്താ പറയാ, നമ്മുടെ പറഞ്ഞ പോലെ പഠിക്കേണ്ട കാര്യങ്ങൾ കൂടി വരും. സോ ഡെയിലി തരുന്ന കാര്യങ്ങൾ അപ്പം തന്നെ പഠിച്ചു പോവാം. സോ നമുക്ക് ഇന്ന് ഇത്ര മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.